ശ്രീ ജോർജ് പൊടിപാറ, പെറ്റി പൊളിറ്റിക്സ് കളിക്കുകയാണ് പിണറായി വിജയൻ എന്നാണെന്ന് സി ദിവാകരൻ പറഞ്ഞത്. നേരത്തെ സി ദിവാകരൻ പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട്. ചൂരക്കറി കണ്ടപ്പോൾ ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റ് പോയ നേതാവ് പിണറായി വിജയൻ. അദ്ദേഹം നെയ്മീൻ മാത്രമേ കഴിക്കുകയുള്ളൂ. അത് വലിയ വിവാദത്തിലാവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ സി ദിവാകരൻ ഈ തരത്തിൽ ഇടയ്ക്കിങ്ങനെ വല്ലാതെ പ്രതികരിക്കുന്ന ഒരു നേതാവാണ്. അങ്ങനെ ഒരു നേതാവിൻ്റെ ഒരു പ്രതികരണം മാത്രമായിട്ട് അതിന് കാണണമോ? പക്ഷേ അതിനപ്പുറം ഡി രാജയടക്കം പരസ്യ പ്രതികരണങ്ങൾക്ക് വന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. CPIയുടെ എക്സിക്യൂട്ടീവ് യോഗം അവിടെ ഡൽഹിയിൽ ചേരാനിരിക്കുമ്പോൾ ഇതിലൊരു കടുത്ത തീരുമാനം, കടുത്ത നിലപാടെടുക്കണം എന്ന അഭിപ്രായം ഭൂരിപക്ഷം നേതാക്കൾക്കുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അമിക്കബിൾ സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത് പിണറായി വിജയന്റെ കൂടി താല്പര്യമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നിന്ന് അങ്ങനെയാണോ നമ്മൾ വായിച്ചെടുക്കുന്നത്? എനിക്ക് തോന്നുന്നത് ജയചന്ദ്രൻ്റെ ഒരു വ്യാഖ്യാനം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒരു അമിക്കബിൾ സൊല്യൂഷന് ശ്രീ പിണറായി വിജയന് താല്പര്യമുണ്ടെങ്കിൽ അന്ന് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കുറേ കൂടി മാന്യമായ പദപ്രയോഗങ്ങൾ നടക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നേരത്തെ സ്മൃതി പറഞ്ഞല്ലോ, ഏതായാലും ഉപനേതൃസ്ഥാനം CPM-ന് തന്നെ. ഒരു കത്തെഴുതി കൊടുക്കേണ്ട കാര്യമുള്ളൂ, അല്ലെങ്കിൽ 2 വരി കടലാസ് എഴുതി കൊടുക്കേണ്ട കാര്യമുള്ളൂ. അത് ഞാൻ തന്നെയാണ് എഴുതി കൊടുക്കേണ്ടത്. അതോടുകൂടി പ്രശ്നം തീരും. എന്തായാലും ആ സ്ഥാനം CPM-ന് തന്നെ ഉള്ളതാണ് എന്ന് അദ്ദേഹം പച്ചയ്ക്ക് പറഞ്ഞു. അവിടെ വെച്ചൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. പിന്നെ ഒരു ചർച്ചയ്ക്ക് സാധ്യതയില്ല, ഒരു സാധ്യത ഒന്നിനുമില്ല എന്നുള്ള രീതിയിൽ ഒരു അടഞ്ഞ അധ്യായമായി വിഷയം മാറ്റി ശ്രീ പിണറായി വിജയൻ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം പറഞ്ഞ ഒരാൾ ഇപ്പോൾ എന്താ പറയുക, വീണ്ടും ചർച്ചയ്ക്ക് വാതിൽ തുറന്നിടുന്ന ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റിലേക്കുള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നതൊക്കെ പറഞ്ഞാൽ എനിക്കത് മുഴുവൻ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ വിഷയത്തെ ശ്രീ പിണറായി വിജയൻ്റെ വാക്കുകൾ കൊണ്ടാണ് ഇത് ഇത്രയും വഷളായത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ, അദ്ദേഹത്തിൻ്റെ മറുപടികൾ ഈ വിഷയത്തെ ഇത്രമേൽ വഷളാക്കിയത്. സത്യം പറഞ്ഞാൽ പണ്ട് എനിക്ക് ഈ വിഷയം കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഈ CJ തോമസ് എന്ന് പറയുന്ന പ്രഖ്യാതനായ നാടകകൃത്ത്, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതിയ ആത്മകഥയിൽ വളരെ തവണ ആവർത്തിക്കുന്നൊരു വാചകമുണ്ട്, ചുമ്മാ ഇരിക്കുന്ന ആസനം ചുണ്ണാമ്പിട്ട് പൊള്ളിക്കുകയെന്ന്. സത്യത്തിൽ ഇത് ചുമ്മാ ഇരുന്ന ആസനം ചുണ്ണാമ്പിട്ട് പൊള്ളിച്ചൊരു പണിയായിപ്പോയില്ലേ? വാസ്തവത്തിൽ അതിൻ്റെ സമയമാണ് ഇടതുമുന്നണിക്കിത്. അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവികളിലൊന്ന് ഉണ്ടായ ശേഷം സത്യത്തിൽ ഒരു തിരിച്ചുവരവിലേക്ക് ഈ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം കുറേ കൂടി ഐക്യത്തോടെ, കുറേ കൂടി തുറന്ന മനസ്സോടെ, കുറേ കൂടി പരസ്പരം ഉൾക്കൊണ്ട് മുന്നേറേണ്ട ഒരു സമയത്ത് ഒന്നുമല്ലാത്തൊരു വിഷയത്തിൽ, നേരത്തെ ശ്രീ ചേക്കുട്ടി പറഞ്ഞല്ലോ, ഇതിനകത്ത് എന്താ ഉള്ളത്? വാസ്തവത്തിൽ ഒരു കാറില്ല, ഒരു ഓഫീസില്ല, ഒരു പദവിയില്ല, എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പരിഗണന പോലും ഇല്ലാത്തൊരു സ്ഥാനമാണിത്. വെറുതെ ഒരു ഓർണമെൻ്റൽ ആയിട്ട് പറയാം, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം. അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഫിനാൻഷ്യൽ ഗെയിൻ ഇല്ല, മറ്റേതെങ്കിലും ഗെയിൻ ഒന്നുമില്ലാത്തൊരു സ്ഥാനമാണ്. എങ്കിൽ പോലും അത്ര പോലൊരു വിട്ടുവീഴ്ച ചെയ്യാൻ ഈ പരസ്പരം, ഞാൻ പറയുന്ന 2 പാർട്ടികൾക്കും അതിനുള്ളൊരു മനസ്സുണ്ടാവുന്നില്ല. CPI പറയുന്നത് കുറച്ചുകൂടി ന്യായമാണ്. ഇന്നിപ്പോൾ തന്നെ കാസ്ട്രോ ചെറുപ്പക്കാരനാണെങ്കിലും എത്ര മാന്യമായി, എത്ര പക്വതയോടെ, എത്ര സമയത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. എന്തുകൊണ്ട് ഇടതുപക്ഷ ഐക്യം ഈ രാജ്യത്തിന് ആവശ്യമാണ്? എന്തുകൊണ്ട് ഇടതുമുന്നണി അഭംഗുരം അല്ലെങ്കിൽ ഒരു പോറലേൽക്കാതെ നിലനിൽക്കേണ്ടത് കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലും ആവശ്യമാണ്? ഈ കാലം എന്താണ് ആവശ്യപ്പെടുന്നത്? ഇത് അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന ഒരു മൂക്കാകാൻ പാടില്ല. ഇതൊരിക്കലും പിളർന്ന് ഇല്ലാതാകേണ്ട ഒരു മുന്നണി അല്ല എന്ന് ഈ ചെറുപ്പക്കാരൻ ഇതിനകത്തെ ഏറ്റവും മുന്തിയ നേതാക്കളെ ഓർമ്മിപ്പിക്കേണ്ടി വരുന്നൊരവസ്ഥ സൃഷ്ടിച്ചതാരാ? നേരത്തെ ശ്രീ ജയചന്ദ്രൻ പോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അംഗീകരിക്കേണ്ടി വരികയാണ്. അത്രയും സംയമനത്തോടെയാണ്, അതേ മാന്യതയോടെ തന്നെയാണ് ഇന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞത്. പക്ഷെ അത്തരത്തിൽ കുറേ കൂടി സംയമനത്തോടു കൂടിയുള്ള, സമയത്തോടു കൂടിയിട്ടുള്ള, കുറേ കൂടി ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഒരു കാര്യം തന്നെ പല രീതിയിൽ പറയാമല്ലോ. ഇങ്ങനെ വെട്ടിമുറിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതിന് പകരം ഇതത്ര വലിയൊരു കാര്യമാണോ? ഇത് സംസാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മുമ്പ് തുടർന്ന് വന്ന ആ കീഴ്വഴക്കം ഇങ്ങനെയായിരുന്നു, വേണമെങ്കിൽ ഇനി അങ്ങനെ തുടരാം, അതല്ലെങ്കിൽ തന്നെ ഇത് ഇത്രക്കുള്ള പ്രശ്നമല്ലേ ഉള്ളൂ എന്ന രീതിയിൽ ഇതിനെ സമീപിച്ചിരുന്നെങ്കിൽ CPIക്ക് ഇത്രമാത്രം വേദന തോന്നേണ്ട കാര്യമുണ്ടോ? CPI ഇത്ര മുറുകെ പിടിക്കുമോ? ഇത് കിട്ടിയില്ലെങ്കിൽ ഉടനെ ഞങ്ങൾ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരും. C ദിവാകരനെ പോലുള്ള ആളുകൾ ഇതുപോലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അമിത പ്രാധാന്യം കൊടുക്കണ്ട. പലപ്പോഴും അദ്ദേഹവും ഈ ശ്രീ പിണറായി വിജയനെ പോലെ വാക്കുകൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഒരു ഡിപ്ലോമസി കാണിക്കാത്ത ഒരാളാണ്. അദ്ദേഹവും കടത്തി പറയുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അതിനെയും അതിൻ്റെ മെറിറ്റിലെടുത്താൽ മതി. ഇവിടെ കേരളം ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഇടതുമുന്നണിയെ സ്നേഹിക്കുന്ന മനുഷ്യരെല്ലാം ആഗ്രഹിക്കുന്നത് ഈ പ്രശ്നം അമിക്കബിളായിട്ട് തീരണമെന്നാണ്. അങ്ങനെ തകർന്നു പോകേണ്ട ഒരു മുന്നണിയല്ല. കാരണം അങ്ങനെ തകർന്നു പോയാൽ അതിൻ്റെ ദോഷം ഈ സംസ്ഥാനത്തിനുണ്ടാകും. അത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ളൊരു മുന്നണിയാണ്. നേരത്തെ കാസ്ട്രോ പറഞ്ഞല്ലോ, ഇതങ്ങനെ, അതായത് PK വാസുദേവൻ നായർ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന ഘട്ടത്തിൽ ആ കസേര ഉപേക്ഷിച്ചുണ്ടാക്കിയ ഒരു മുന്നണിയാണിത്.
അപ്പോൾ അത്രത്തോളം വില കൊടുത്ത് CPI UDF ചേരി വിട്ട് LDFിലേക്ക് പോയതാണ്. അപ്പോൾ അത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംവിധാനം അല്ലാതെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഒരു വലിയ ബദലായിട്ട് മാറാൻ ശ്രമിച്ച ഒരു മുന്നണിയാണിത്. അപ്പം അതുകൊണ്ട് ഇത്തരം ചീള് കേസിൻ്റെ പേരിൽ ഒരു ഉപനേതാവിൻ്റെ സ്ഥാനത്തെ ചൊല്ലി ഇത്രയും വലിയ ഇൻക്ലാബ് ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ, ഇത്രയും വലിയ ആകാശം ഇടിഞ്ഞു വീഴേണ്ട കാര്യമുണ്ടോ എന്നുള്ള എല്ലാവരുടെ മനസ്സിലും തോന്നുന്നൊരു ചോദ്യമാണത്. അപ്പോൾ ഇക്കാര്യത്തിൽ CPI പറയുന്നതിനകത്ത് ഞാൻ കുറച്ചുകൂടി വെയിറ്റേജ് കൊടുക്കുകയാണ്. കാരണം ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള ഒരാളാകുന്നതിന് പകരം CPI രണ്ടാമത്തെ ഘടകകക്ഷിയായ CPIയിൽ നിന്നൊരാൾ ഉപനേതാവായാൽ രണ്ട് തരത്തിൽ രണ്ട് പാർട്ടികളുടെ രണ്ട് നയങ്ങൾ അല്ലെങ്കിൽ രണ്ട് കാഴ്ചപ്പാടുകൾ നിയമസഭയിൽ പ്രതിഫലിക്കും. അതിലെന്താ കുഴപ്പം? ഇപ്പോൾ പണ്ടുള്ളൊരവസ്ഥയല്ലല്ലോ ഇപ്പോൾ. ഇപ്പം മാറിയൊരു കാലാവസ്ഥയാണ്. കേരള രാഷ്ട്രീയം വല്ലാതെ മാറിയിരിക്കുന്നു. ഇടതു മുന്നണിയുടെ അവസ്ഥ പഴയ പോലെ വളരെ ശക്തമല്ല. മാത്രമല്ല ഒരിക്കലും ഉണ്ടാകാത്ത അത്രയും വലിയ തിരിച്ചടി ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ കുറച്ചുകൂടി ഇൻക്ലൂസീവായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മുന്നണിയിൽ വലിയേട്ടൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെഡ് മാസ്റ്റർ ആ കാലമൊക്കെ പോയി. ആ കാലം അവസാനിപ്പിക്കേണ്ട സമയമായി. കുറെ കൂടി യാഥാർത്ഥ്യ ബോധത്തോടെ രാഷ്ട്രീയം ഉൾക്കൊണ്ട് തൻ്റെ ഏകാധിപത്യ ശൈലികളൊക്കെ മാറ്റിവെച്ച് അനുസരിപ്പിക്കലും അവസാന വാക്ക് പറയലും അല്ല ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് പിണറായി വിജയനിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കുന്നത്, മുന്നണി പ്രതീക്ഷിക്കുന്നത്, ഘടകകക്ഷികൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഉയർന്നു പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു സ്വീകാര്യതയും അംഗീകാരവും അതുപോലെ തന്നെ കണ്ണടച്ച് എല്ലാവരും അംഗീകരിക്കുന്ന പാർട്ടിയും മുന്നണിയും അംഗീകരിക്കുന്ന ഒരു കാലം ഇനി പിണറായിയെ കാത്തിരിക്കുന്നില്ല എന്ന് അദ്ദേഹമാണ് ആദ്യം തിരിച്ചറിയേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.